ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ഓപ്പണിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. ഇടക്കാല ബജറ്റിൽ കണ്ണുനട്ട് വിപണി, ഉണർവ് സൂചിപ്പിച്ച് ഗിഫ്റ്റ് നിഫ്റ്റി തുടക്കം. ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്ന് സൂചന. ക്രൂഡ് ഓയിൽ വില $83 മുകളിൽ. US GDP കണക്കുകൾ മെച്ചപ്പെട്ടത് വിപണിയെ തുണച്ചേക്കും. നിർമ്മല സീതാരാമന്റെ 6ാം ബജറ്റിൽ ഉപഭോഗ ആവശ്യം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് സൂചന. കാർഷിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനും പദ്ധതികൾ. ജനങ്ങളിലേക്ക് കൂടുതൽ പണം എത്തിക്കാനുള്ള പ്രഖ്യാപനങ്ങളിൽ പ്രതീക്ഷ. നികുതി ഭാരം കുറയ്ക്കാനും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂട്ടാനും സാധ്യത. ചെലവ് കുറഞ്ഞ ഭവന പദ്ധതി നഗരങ്ങളിലേക്കും ആസൂത്രണം ചെയ്യുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപനമുണ്ടായേക്കും. നഗരങ്ങളിലെ താഴ്ന്ന ഇടത്തരം വരുമാനക്കാർക്ക് ഭവന സബ്സിഡി നീട്ടും. ടെലിവിഷൻ സെറ്റുകൾക്ക് വില ഉയർന്നേക്കുമെന്ന റിപ്പോർട്ട്. TV നിർമ്മാണത്തിലെ പ്രധാന ഘടകമായ ഓപ്പൺ സെൽ ഉൽപാദന ചെലവ് കൂടിയത് തിരിച്ചടിയായി. ഡിസംബർ മുതൽ ഓപ്പൺ സെൽ വിലയിൽ രേഖപ്പെടുത്തിയത് 20% വർധന. സമ്മിശ്ര സാമ്പത്തിക വാർത്തകളുമായി ആഗോള വിപണികൾ. ചെങ്കടൽ പ്രതിസന്ധി ക്രൂഡ് വിലയെ ബാധിക്കുന്നു. കൂട്ട പിരിച്ചുവിടലുകളിലേക്ക് ലോക്ക്ഹീഡ് മാർട്ടിൻ. ഓഹരി വിപണികളെ സുസ്ഥിരമാക്കാൻ ചൈനീസ് നിയന്ത്രിതാവിന്റെ ശ്രമം. രാജ്യത്തെ കർഷകർക്ക് കൂടുതൽ സഹായം നൽകുന്നത് പരിഗണനയിലെന്ന് ഫ്രഞ്ച് പ്രധാനമന്ത്രി ഗബ്രിയേൽ അട്ടാൽ. സാമ്പത്തിക മേഖലയിൽ ചിപ്പ് യുദ്ധങ്ങൾക്ക് വഴിവെക്കുന്ന നയവുമായി അമേരിക്ക. US-ൽ പുതിയ ഫാക്ടറികൾ നിർമ്മിക്കുന്നതിനായി ഇന്റൽ ഉൾപ്പെടെയുള്ളവർക്ക് വൻ സബ്സിഡി നൽകാൻ നീക്കം. സ്മാർട്ട് ഫോണുകൾ, AI ആയുധ സംവിധാനങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് കരുത്താകും. കഴിഞ്ഞ ആഴ്ച ആഗോള സാമ്പത്തിക രംഗത്ത് നിന്ന് കുറച്ച് നല്ല വാർത്തകൾ വന്നിരുന്നു. കഴിഞ്ഞ വാരം തന്നെയാണ് ചൈനയെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി അമേരിക്ക മാറി. 4ാം പാദത്തിൽ ചൈന രേഖപ്പെടുത്തിയത് 4.6% GDP ആണെങ്കിൽ US-ന്റേത് 6.3% വളർച്ചയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ വീണ്ടും ഉണർവിലേക്കാണ് വരുന്നത്. അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുവെന്ന് വാർത്തയുണ്ട്. അതേസമയം ചൈനയിൽ കോവിഡാനന്തര പ്രശ്നങ്ങൾ ചൈനയെ വലച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സാമ്പത്തിക തകർച്ചയുടെ മാന്ദ്യത്തിന്റെ ലക്ഷണങ്ങളുണ്ട്. ഇതിൽ മറികടക്കാൻ വേണ്ടി കേന്ദ്ര ബാങ്കും ചൈനീസ് നിയന്ത്രിതാവും ഒക്കെ ഇടപെടലുണ്ടാകുന്നുണ്ട്. ഇനി നമ്മുടെ ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഓഹരി വിപണി 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു ഉണർവിലേക്കാണ് വന്നിരിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു കാരണം കേന്ദ്ര ബജറ്റ് വരാനിരിക്കുന്നു. ഇടക്കാല ബജറ്റാണോ വോട്ട് ഓൺ അക്കൗണ്ട് ആണോ എന്ന് നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മൾ ദേശീയ ഓഹരി വിപണി നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി 191 പോയിന്റ് ഉയർന്ന് 21,544 വ്യാപാരം തുടരുന്നത്. നിഫ്റ്റി ബാങ്കും നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികളും ഇന്ന് തുടക്കത്തിൽ വളരെ മെച്ചപ്പെട്ട നിലയിലാണ്. 457 പോയിന്റ് ഉയർന്നാണ് നിഫ്റ്റി ബാങ്ക് സെക്ടർ വ്യാപാരം തുടരുന്നത്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 71,256. കഴിഞ്ഞ ആഴ്ച ക്ലോസിംഗ് എന്ന് പറയുന്നത് 70,700 എന്ന നിലയിലായിരുന്നു. പക്ഷേ ഇവിടെ ഒരു കയറ്റമുണ്ട്. 555 പോയിന്റ് ഉയർന്ന് 71,256 എന്ന നിലയിലാണ് വ്യാപാരം തുടരുന്നത്. നമുക്ക് ഒരു അതിഥിയുണ്ട്. ശ്രീ പോൾ തോമസ് ആണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ശ്രീ പോൾ തോമസ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ബജറ്റ് വരാൻ പോകുന്നു, വിപണി ഒരു ഉണർവിലാണ്. അതേപോലെ തന്നെ US-ലെ സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടു. ചൈനയെ മറികടന്ന് US ലോക സമ്പദ് വ്യവസ്ഥയിൽ വീണ്ടും തിളങ്ങി നിൽക്കുന്നു. അതേപോലെ തന്നെ ഇന്ന് HDFC ബാങ്കിന്റെ ഓഹരി വില കൂടാനൊരു സാധ്യതയുണ്ട് എന്ന് പറയുന്നു. LICക്ക് 4.8% ഓഹരി കൂടി വാങ്ങാൻ RBI അനുമതി നൽകിയിരിക്കുന്നു. ഇന്ന് വിപണിയുടെ ട്രെൻഡ് എങ്ങനെയായിരിക്കും? ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് വളരെ ഒരു പോസിറ്റീവ് നോട്ടിലാണ്. അത് ഒന്ന്, ഫ്യൂച്ചേഴ്സിന്റെ ഒരു കഴിഞ്ഞ വ്യാഴാഴ്ച ഫ്യൂച്ചറിന്റെ ക്ലോസിംഗ് ആയിരുന്നു. അതുപോലെ പുതിയ ഒരു ഫ്യൂച്ചറിന്റെ ഓപ്പണിംഗ് ആണ്, മന്ത്ലി ഫ്യൂച്ചർ. അപ്പം ഇതെല്ലാം കൂടി എടുക്കുമ്പോൾ മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് ഓപ്പൺ ചെയ്തു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, LICയെ സംബന്ധിച്ചിടത്തോളം HDFC ബാങ്കിലെ ഒരു 9.9% വരെ സ്റ്റേക്ക് എടുക്കാനുള്ള ഒരു അനുമതി റിസർവ് ബാങ്ക് കൊടുത്തിട്ടുണ്ട്. HDFC ബാങ്ക് പോസിറ്റീവായിട്ട് ഏകദേശം 1.5% മുകളിലാണ് 1456 ലെവലിലാണ് കൊടുത്തിട്ടുള്ളത്. അതും മാർക്കറ്റിന് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, US ഫെഡറൽ റിസർവിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ബുധനാഴ്ച രാത്രിയിലുണ്ട്. വ്യാഴാഴ്ച നമ്മുടെ വോട്ട് ഓൺ അക്കൗണ്ട് ആയിട്ടുള്ള ബജറ്റ്. അപ്പൊ ഈ 2 കാര്യങ്ങളും മാർക്കറ്റിനെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ അതിന്റെ ഒരു ഔട്ട്കം അനുസരിച്ചിട്ടായിരിക്കും പിന്നീട് വെള്ളിയാഴ്ച മുതലുള്ള മാർക്കറ്റിന്റെ അല്ലെങ്കിൽ വ്യാഴാഴ്ച മുതലുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റ്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും ഈ ട്രേഡേഴ്സും അതുപോലെ ഇൻവെസ്റ്റേഴ്സും ഈ 2 കാര്യങ്ങളും വളരെ പ്രധാനമായിട്ട് ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇന്ന് ITC തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ട് ഉണ്ട്. കേരളത്തിൽ നിന്നും CSB ബാങ്ക്, മുത്തൂറ്റ്
മൈക്രോഫിൻ തുടങ്ങിയ 2 കമ്പനികളുടെ റിസൾട്ട് ഇന്ന് വരാനുണ്ട്. അപ്പോൾ റിസൾട്ടുകൾ തീർച്ചയായും കമ്പനികളുടെ മൂവ്മെന്റിനെ പ്രധാനമായിട്ടും വരുന്ന ദിവസങ്ങളിൽ ലഭിക്കും എന്നുള്ളതിന് സംശയമില്ല. അതുപോലെ ഏഷ്യൻ മാർക്കറ്റുകളും ഇന്ന് പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. ജപ്പാനീസ് മാർക്കറ്റ്, അതുപോലെ ഹോങ്കോങ് മാർക്കറ്റ് എല്ലാം ഉയർന്ന 1% ഉയർന്നാണ് കാലത്ത് തന്നെ ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചോളം പോസിറ്റീവായിട്ട്. ശരി, എന്തായാലും കേന്ദ്ര ബജറ്റും ഇനി വരാനിരിക്കുന്ന കമ്പനികളുടെ പാദഫലങ്ങളും ഒക്കെ വിപണിയെ തുണയ്ക്കും എന്നൊരു പ്രതീക്ഷയാണുള്ളത്. അതേപോലെ തന്നെ ഫോബ്സിന്റെ റിയൽ ടൈം ശതകോടീശ്വര പട്ടികയിൽ ഇലോൺ മസ്കിനെ പിന്തള്ളി ഫ്രഞ്ച് വ്യവസായി ബെർണാഡ് ആർണോൾട്ട് വന്നുവെന്ന വാർത്തയും കഴിഞ്ഞ വാരം വന്നു. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ പ്രതീക്ഷിക്കുന്നു. മാർക്കറ്റ് വ്യൂവിന്റെ ഓപ്പണിംഗ് ബെൽ ഇവിടെ പൂർണ്ണമാവുകയാണ്.